കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ഫാമിലി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഏറി തന്നെയാണ് കയറിക്കൊണ്ടേയിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അഗാനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അഗാനെ ഉണ്ടെങ്കിൽ സാരി വിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഡബിൾ പ്രൈസിന് ഇങ്ങനെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അവരുണ്ടെങ്കിൽ വേറെ ഇടത്തുനിന്നുണ്ടെങ്കിൽ സാരി വാങ്ങുകയും അതുണ്ടെങ്കിൽ ഇവരുടെ പേര് വിൽക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ 4000 രൂപയുടെ സാരി ആണെങ്കിൽ അത് 8000 രൂപയ്ക്ക് അവർ വിൽക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് ഇവരെന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വീഡിയോ ഇട്ട പെൺകുട്ടി തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുതുതായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ അഗാനെയൊക്കെ സപ്പോർട്ട് ചെയ്താണ് പറഞ്ഞിരുന്നത്. ഇത് കണക്ക് ഞാനുണ്ടെങ്കിൽ പറഞ്ഞത് ആൾക്കാരെ തെറ്റിദ്ധരിച്ചതാണ്, ഇവരുണ്ടെങ്കിൽ ആൾക്കാരുടെ സാരി വാങ്ങിച്ചുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞത് ഉള്ളത് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് അവരുടെ ബ്രാൻഡിൻ്റെ പേരിലാണ് വെക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്കത് തീർച്ചയായിട്ടും പൈസ കൂട്ടാനുള്ളൊരു അനുവാദം ഉണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു ബ്രാൻഡ് ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് പൈസ കൂട്ടാം. അതുകൊണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല, ഇഷ്ടമുള്ളവർ വാങ്ങട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആൾക്കാരുണ്ടെങ്കിൽ അത് തെറ്റിദ്ധരിച്ച് ഞാനുണ്ടെങ്കിൽ അവർക്കെതിരെ എന്തോ പറയുന്നെന്നുള്ള രീതിയിലൊക്കെ ഉദ്ദേശിച്ചതെന്നായിരുന്നു ഈ പെൺകുട്ടി ഉണ്ടെങ്കിൽ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അഗാനെ ഗുഡ് എന്നും പറഞ്ഞുള്ളൊരു മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും ശരി, കളം മാറ്റി ചവിട്ടിയിട്ട് അല്ലെങ്കിൽ എന്തോ സംഭവിച്ചതെന്ന് അറിയത്തില്ല. നേരത്തെ ഉണ്ടെങ്കിൽ കുറ്റം പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടി ഉണ്ടെങ്കിൽ കളം മാറ്റി ചവിട്ടി വേറൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്.